CPI നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് യോഗത്തിനിടെ കുഴഞ്ഞു വീണാണ് അന്ത്യം. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വാഴൂർ സോമൻ നിയമസഭയിലേക്ക് എത്തിയത്. ഞാൻ പീരുമേടിനെ പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധിയാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ തോട്ടം പ്രതിസന്ധിയെ തുടർന്ന് റോഡുകളെല്ലാം നാമാവിശേഷമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ട് ഞാൻ ജീപ്പാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ജീപ്പ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ 1978 മുതൽ ജീപ്പാണ് ഉപയോഗിക്കുന്നത്. അന്ന് KLV 3910 എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു. അത് 1991 മെയ് മാസം 21-ാം തീയതി വണ്ടിപ്പെരിയാറിലൊരു യോഗം നടക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഞാനും വേദിയിലുണ്ടായിരുന്നു. ഞാൻ പ്രസംഗം നിർത്തിയപ്പോൾ പറഞ്ഞതൊരു ആവശ്യമില്ലായിരുന്നു, ഇത്രയും കടുപ്പിച്ച് പറയേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി രാജീവ് ഗാന്ധി ശ്രീപെരുമ്പൂരിൽ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു, ഇത് വാഴൂർ സോമനും വി തങ്കപ്പനും അറിയാതെ ഈ സംഭവം നടന്നിട്ടില്ല. ഒരു 10-20,000-ഓളം കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി എൻ്റെ ആഫീസിൽ വന്ന് ആഫീസെല്ലാം അടിച്ചു തകർത്തു, കൊടിമരമെല്ലാം പിഴുതു കളഞ്ഞു, എൻ്റെ ജീപ്പ് മറിച്ചിട്ട് കത്തിച്ചു കളഞ്ഞു. അതിന് കേസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് രാജ്യത്തിന് രാജീവ് ഗാന്ധി നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കേസിന് പോയില്ല. പിന്നെ 2006 ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കെയാണ് ഈ വണ്ടി വാങ്ങിച്ചത്. ജില്ലാ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് പോയി വരാനെല്ലാം വാഹനം വേണം എന്നുള്ളത് കൊണ്ട് ഇത് വാങ്ങിയതാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ വണ്ടിയാണ് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ട്രെയിനിനോ ബസ്സിനോ ഒക്കെയാണ് പോകാറ് പതിവ്. എന്നാൽ അത് യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇത് കൈവിടാൻ മനസ്സില്ല. കാറ് ഉണ്ടെങ്കിൽ സൗകര്യമാണ്, കാറില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. കാറ് വാങ്ങാൻ വേണ്ടി ഒരു അനുവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിക്കുന്നു. കാരണം ലോങ് ട്രിപ്പ് ജേണിക്ക് കാറ് ആവശ്യമാണ്. അതെ, സർക്കാരിൽ നിന്ന് ആനുകൂല്യമുണ്ട്. അത് അനുസരിച്ചും പിന്നെ ഡീസൽ കൂപ്പണും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ വണ്ടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു വണ്ടി എടുത്താൽ സഹായകരമാണ്. ഇത് വളരെ സുഖമല്ലേ. എനിക്ക് ലോകം മുഴുവൻ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഞാൻ മോസ്കോയിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ലോകം മുഴുവൻ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഇവിടെ ഡ്രൈവിംഗ് വളരെ സുഖമാണ്. ഇല്ല, ഇതിനു മുമ്പേ വരാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് സാധാരണ വരുന്നത് വണ്ടിയാണ്. ഈ വണ്ടി ഇവിടെ ഒത്തിരി ഓടിയിട്ടുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടന്ന സന്ദർഭത്തിലും AITUCയുടെ ദേശീയ സമ്മേളനം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടന്നപ്പോഴെല്ലാം ഈ വണ്ടിയാണ് ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഓടിക്കൊണ്ടിരുന്നത്. ഞാൻ AITUCയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എപ്പോഴും പട്ടത്തുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഈ ജീപ്പാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം. അല്പം റോഡ് വളരെ മോശമാണെങ്കിൽ പോലും ഫസ്റ്റ് ഗിയർ ഇട്ട് കയറിപ്പോകും, അതല്ലേ മോഷൻ ഇട്ട് കയറിപ്പോകാം, എവിടെയും യാത്ര ചെയ്യാം, ഏത് ഗുഡിസിലും എത്തിച്ചേരാൻ കഴിയും. അതാണ് ഇടുക്കിക്കാർക്കും വയനാടുകാർക്കും ഒക്കെ ജീപ്പിനോടുള്ള താല്പര്യം. അതൊക്കെ പണത്തിൻ്റെ ദൂർത്ത് കാണിക്കാനല്ലേ അങ്ങനെയൊക്കെ ഓരോരുത്തരും ചെയ്യുന്നു. അതവർ ചെയ്യട്ടെ, നമുക്കതിൽ താല്പര്യമില്ല.
അത് ഇപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ റീടെസ്റ്റ് നടത്തിയാണ്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റീടെസ്റ്റ് നടത്തിയാണ് ഇറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു ബുദ്ധിമുട്ടുള്ളതാക്കുന്നതാണ്. മാത്രമല്ല ഈ പെട്രോൾ ഡീസൽ വില വർധനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ മൈലേജൊക്കെ കുറവാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ജീപ്പ് തെറ്റില്ല, കൈവിടാൻ മടിയുണ്ട്.